നെൽകൃഷി എന്നത് ഭക്ഷ്യസുരക്ഷയുടെ അടിസ്ഥാനവും കർഷകരുടെ ഉപജീവനവും മാത്രമല്ല, അത് ജലസംരക്ഷണത്തിന്റെയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയുടെയും കാലാവസ്ഥ പ്രതിരോധത്തിന്റെയും അവിഭാജ്യ ഘടകവുമാണ്. വയലുകളിൽ പണിയെടുക്കുന്ന കർഷകന് മാന്യമായ വരുമാനം ലഭിച്ചെങ്കിൽ മാത്രമേ നെൽവയലുകളെ നമുക്ക് നിലനിർത്താനാവുകയുള്ളൂ. നമ്മുടെ പരിസ്ഥിതിയുടെ മൂലഘടകങ്ങളിലൊന്നായ നെൽപ്പാടങ്ങളെ സംരക്ഷിച്ചു പോരുന്ന കർഷകരെ ഇല്ലായ്മ ചെയ്തേക്കാവുന്ന ഒരു ഉത്തരവ് കൂടി കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. രാജ്യത്ത് ധാന്യോൽപാദനം ആവശ്യത്തിലധികമായതിനാൽ നെല്ലു സംഭരണത്തിനായി കേരളം നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ഇൻഡോ US വ്യാപാര കരാറിലെ കർഷകരെ ബാധിക്കുന്ന വ്യവസ്ഥകൾക്ക് വഴിപ്പെട്ടതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ നെൽകർഷകരെ കാർഷിക വൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ തന്നെ കാരണമായേക്കാവുന്ന ഗുരുതര നിർദ്ദേശം വന്നത്. കടം വാങ്ങിയും വായ്പയെടുത്തും കൃഷി ഇറക്കുന്ന കർഷകർ ഇനി പാടത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിൽ ഇനിയും സജീവ ചർച്ചയാകാതെ കർഷകരുടെ കഴുത്തിൽ കത്തിവയ്ക്കുന്ന ആ വിഷയമാണ് ഇന്ന് സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നത്. പ്രോത്സാഹന ബോണസിലെ വിലക്ക് കർഷകരുടെ മരണമണിയോ? കർഷകർക്ക് ഒരേക്കർ കൃഷി ഇറക്കി കൊയ്തു കഴിയുമ്പോഴേക്കും എത്ര രൂപ ചെലവ് വരുന്നുണ്ടെന്നറിയാമോ? 3 ലക്ഷത്തിലധികം രൂപ. ഒരു സീസണിലെ കൃഷി കഴിഞ്ഞ് സംഭരണ വില കിട്ടിയാൽ മാത്രമേ അടുത്ത വിളയ്ക്കുള്ള പണികൾ ആരംഭിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അവസ്ഥ. കടം വാങ്ങിയും വായ്പയെടുത്തും മറ്റുമാണ് മിക്കവാറും കർഷകരും കൃഷി ഇറക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മിനിമം താങ്ങുവിലയ്ക്ക് പുറമെ കേരള സർക്കാർ നെൽകർഷകർക്ക് അധികമായി നൽകുന്ന തുകയാണ് നെല്ലുൽപാദന ബോണസ്. ഉൽപാദന ചെലവ് കൂടുതലായതുകൊണ്ട് തന്നെ കർഷകർക്ക് ആശ്വാസമേകാനാണ് ഈ തുക നൽകുന്നത്. കേന്ദ്ര സർക്കാർ നെല്ല് സംഭരണത്തിന് നിശ്ചയിച്ചിരിക്കുന്ന തുക 23 രൂപ 69 പൈസയാണ്. സംസ്ഥാന സർക്കാർ 6 രൂപ 31 പൈസ സംസ്ഥാന പ്രോത്സാഹന വിഹിതമായി കൂടി നൽകുന്നത് കൊണ്ടാണ് കർഷകർക്ക് 1 കിലോ നെല്ലിന് 30 രൂപ സംഭരണ വിലയായി ലഭിക്കുന്നത്. സംസ്ഥാനം നൽകുന്ന അധിക തുക നിർത്തലാക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തന്നെ കാർഷിക വില നിർണയ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നെല്ലിന്റെ ഉൽപാദന ചെലവ് കിലോഗ്രാമിന് 21.46 രൂപയാണ്. ഇതിന്റെ 1.5 ഇരട്ടി കണക്കാക്കിയാണ് താങ്ങുവില നിശ്ചയിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് കുറഞ്ഞത് 32 രൂപ 19 പൈസ കിലോഗ്രാമിന് ലഭിക്കണം. ഈ സാഹചര്യത്തിലാണ് നെല്ലിന്റെ സംഭരണ വില 40 രൂപയാക്കി നിശ്ചയിക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചത്. എന്നാൽ ആവശ്യം കേന്ദ്രം മുഖവിലക്കെടുത്തിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബർ 20 മുതൽ നെല്ല് നൽകിയ മുഴുവൻ കർഷകർക്കും കിലോയ്ക്ക് 30 രൂപ വീതം കൊടുക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. നവംബർ മാസം 1 മുതലാണ് സംഭരണ വില 28 രൂപ 20 പൈസയിൽ നിന്ന് 30 മാറ്റിയത്. മുൻ വർഷങ്ങളിൽ കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ കേരളം അതിനാനുപാതികമായി ഉൽപാദന പ്രോത്സാഹന ബോണസിൽ വെട്ടിക്കുറവ് വരുത്തുക പതിവുണ്ട്. ഇത് കർഷക സംഘടനകൾ ചോദ്യം ചെയ്യാറുമുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ 2015-16 സീസണിൽ പ്രോത്സാഹന ബോണസ് കിലോയ്ക്ക് 7 രൂപ 40 പൈസയായിരുന്നു. 2016-17 ആയപ്പോൾ അത് 40 പൈസ കൂടി വർദ്ധിപ്പിച്ച് 7 രൂപ 80 പൈസയാക്കി ഉയർത്തി. തൊട്ടടുത്ത 2 വർഷങ്ങളിലും പ്രോത്സാഹന ബോണസ് ഉയർത്തിയില്ലെങ്കിലും 2019-20 1 രൂപയുടെ വർധനവ് വരുത്തി 8 രൂപ 80 പൈസയാക്കി ഉയർത്തി. ഇനി 2020-21 അതേ സ്ഥിതിയാണ് തുടർന്നത്. 2021-22 സാമ്പത്തിക വർഷം മുതൽ സംസ്ഥാന സർക്കാർ പ്രോത്സാഹന വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ആരംഭിച്ചു. മുൻ വർഷത്തെ സംസ്ഥാന വിഹിതത്തിൽ നിന്ന് 2021-22 20 പൈസ കുറച്ച് 8 രൂപ 60 പൈസയാക്കി. തുടർന്ന് തൊട്ടടുത്ത വർഷം 80 പൈസ കുറച്ചു. പിന്നീട് 1 രൂപ 43 പൈസ കുറച്ചതോടെ 2023-24 സംസ്ഥാന വിഹിതം 8 രൂപയിൽ നിന്ന് 6 രൂപ 37 പൈസയായി കുറഞ്ഞു. 2024-25 അത് 5 രൂപ 20 പൈസയായി മാറി. നെല്ല് നൽകിയിട്ടും ബാങ്കിനും സപ്ലൈകോയ്ക്കും ഇടയിൽപ്പെട്ട് പണം കിട്ടാതെ നട്ടം തിരിയുകയാണ് സംസ്ഥാനത്തെ കർഷകർ. സംസ്ഥാന സർക്കാരിന്റെ കരാർ അനുസരിച്ചുള്ള വായ്പാ പരിധി അവസാനിച്ചതിനാലാണ് ബാങ്കുകൾ നെല്ല് കൈപ്പറ്റി രസീതി എന്ന PRS നൽകാനാവില്ല എന്ന നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ കർഷകർക്ക് നൽകിയ നെല്ലിന്റെ പണം സംസ്ഥാന സർക്കാർ കരാർ കാലാവധിക്കുള്ളിൽ ബാങ്കുകൾക്ക് നൽകാത്തതാണ് പുതിയ പ്രതിസന്ധിക്കുള്ള കാരണം. ഇത് സപ്ലൈകോ തിരിച്ചു നൽകുന്ന മുറയ്ക്ക് മാത്രമേ പുതിയ PRSകളിൽ ബാങ്ക് പണം അനുവദിക്കൂ എന്നാണ് കർഷകർക്ക് ബാങ്കുകളിൽ നിന്നും ലഭിക്കുന്ന മറുപടി. ഈ സപ്ലൈകോ മുഖേന നെല്ല് സംഭരണത്തിന് സർക്കാർ ഗ്യാരണ്ടിയിൽ ബാങ്കുകൾ നൽകുന്ന വായ്പയിലാണ് കർഷകർക്ക് പണം നൽകുന്നത്. മില്ലുകാർ നെല്ല് കൊണ്ടുപോയി നൽകുന്ന കണക്ക് പ്രകാരം ബാങ്കുകളിൽ നിന്നും ലഭിക്കുന്നത് PRS അടിസ്ഥാനമാക്കിയാണ് പിന്നീട് ബാങ്കുകൾ കർഷകർക്ക് ഈ സംഭരണ വില നൽകുന്നത്.
തുക നിശ്ചിത കാലാവധിക്കുള്ളിൽ സപ്ലൈകോ ബാങ്കുകൾക്ക് നൽകുമെന്നാണ് കരാർ. ഇതിൽ വീഴ്ച വന്നതോടെ പ്രതിസന്ധിയിലായ കർഷകർക്ക് പ്രോത്സാഹന ബോണസ് വിലക്കാനുള്ള കേന്ദ്ര നിർദ്ദേശം ഇരുട്ടടിയാകുമെന്ന കാര്യം ഉറപ്പാണ്. 5 വർഷത്തിനിടെ നെല്ല് സംഭരിച്ച വകയിൽ സംസ്ഥാന സർക്കാർ പ്രോത്സാഹന ബോണസായി കർഷകർക്ക് നൽകിയത് 2405.08 കോടി രൂപയാണെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. 2025-26 73 കോടി കൂടി ഉടൻ നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. 2017 മുതൽ കേന്ദ്ര സർക്കാർ നൽകാനുള്ള തുക കുടിശ്ശികയാണ്. 1344 കോടി രൂപയാണ് കുടിശ്ശികയെന്നും നടപടികൾ താളം തെറ്റാൻ കാരണം ഈ കുടിശ്ശികയാണെന്നും സംസ്ഥാനം കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടുകളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്തോ-US വ്യാപാര ധാരണകളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ. ഇന്ത്യ അമേരിക്കയിൽ നിന്നും കൂടുതൽ കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങുമെന്നും ഇന്ത്യൻ ആഭ്യന്തര കാർഷിക വിപണി US ഉൽപ്പന്നങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നും ഈ കരാറിലുണ്ട്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കൃഷി ഒരു സംസ്ഥാന വിഷയമാണ്. അതിനാൽ തന്നെ കാർഷിക മേഖലയെ നേരിട്ട് ബാധിക്കുന്ന ഏതൊരു അന്താരാഷ്ട്ര വ്യാപാര കരാറിനും സംസ്ഥാന സർക്കാരുമായി സമഗ്രമായ കൂടിയാലോചന അനിവാര്യമാണ്. എന്നാൽ അത്തരം കൂടിയാലോചന നടന്നിട്ടില്ല. മാത്രവുമല്ല, കാർഷിക മേഖലയ്ക്ക് കേന്ദ്ര ബജറ്റിലും ഇടം കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരുകളുടെ കർഷക പ്രോത്സാഹന ബോണസിൽ കത്തിവെച്ചുകൊണ്ടുള്ള കേന്ദ്ര തീരുമാനം കൂടി വരുന്നത്. കർഷകരുടെ യഥാർത്ഥ ഉൽപാദന ചെലവ് അംഗീകരിക്കാതെ ഉൽപാദനം വർദ്ധിക്കുന്നു എന്ന പേരിൽ സഹായം വെട്ടിക്കുറയ്ക്കുന്നത് സാമൂഹിക നീതിക്കെതിരായ സമീപനമാണ്. നെൽകർഷകരെ ദുരിതത്തിലാഴ്ത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തിട്ടൂരത്തെ അവഗണിക്കാൻ കർഷക ശബ്ദം ഉയർന്നേ തീരും. ഇതോടെ സ്പോട്ട് നെറ്റ് അവസാനിക്കും. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ